കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വോട്ടെണ്ണുന്നതിന് തൊട്ടുമുമ്പ് പ്രസ്താവിച്ചത് BJP 300 സീറ്റ് കടക്കുകയാണെങ്കിൽ അത് EVM-ന്റെ വോട്ടാണ് എന്നും മറിച്ച് ജനങ്ങളുടെ വോട്ടാണെങ്കിൽ കോൺഗ്രസിന് 295 സീറ്റ് കിട്ടുമെന്നുമാണ്. തത്തുല്യമായ ഒരു പ്രസ്താവന ഇലക്ഷന് ശേഷം കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ജയറാം രമേശും നടത്തിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇലക്ഷൻ ഡ്യൂട്ടിയിലുള്ള 150 ജില്ലാ മജിസ്ട്രേറ്റുമാരെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ എഴുതി. ജയറാം രമേശിനെതിരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ശക്തമായി പ്രതികരിക്കുകയും തെളിവുകൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 543 ലോക്സഭാ മണ്ഡലങ്ങളുള്ള അതിവിശാലമായ രാജ്യത്തിൽ 7 തലത്തിൽ വളരെ കൃത്യതയോടെ വോട്ടിംഗ് നടത്തിയ ഇലക്ഷൻ കമ്മീഷനെയും ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കാനല്ല പ്രതിപക്ഷ പാർട്ടി ശ്രമിച്ചത്. മറിച്ച് നിരവധി തവണ വ്യക്തത വരുത്തിയിട്ടും കോടതിയിൽ പോലും കൃത്യമായി തെളിവുകൾ നൽകിയിട്ടും കൃത്യത വീണ്ടും വീണ്ടും ഉറപ്പിച്ചിട്ടും തരിമ്പ് പോലും ഉത്തരവാദിത്തമില്ലാതെ വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തി രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ അപഹസിക്കുകയും ചെയ്യുന്നതിനെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത്? രാജ്യത്തിലെ നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെ വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി താറടിച്ചു കാണിക്കുന്ന ഈ അഴുകിയ രാഷ്ട്രീയമാണ് അതിലൂടെ വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളുടെ വോട്ടവകാശത്തെയും വികലമായി ചിത്രീകരിക്കുന്നത്. ജയറാം രമേശിന്റെയും ദിഗ്വിജയ് സിംഗിന്റെയും പ്രസ്താവനകൾ വ്യക്തിപരമായിരിക്കില്ല. തീർച്ചയായും അവരിലൂടെ കോൺഗ്രസ് അത് പറഞ്ഞുവെന്ന് മാത്രം. തിരഞ്ഞെടുപ്പ് സംവിധാനത്തിനെ സംശയിക്കുമ്പോൾ ഇവർ സംശയത്തിന്റെ നിഴലിലാക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ആരും ഇവിടെ EVM-നെയോ ഇലക്ഷൻ കമ്മീഷനെയോ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. പ്രതിപക്ഷം മാത്രം വിജയം കണ്ട 235 സ്ഥലത്തിലെങ്കിലും EVM-നെ ആരോപണ വിമുക്തമാക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.